ചാലക്കുടി പരിയാരം വേളൂക്കരയിൽ നിന്നും കാണാതായ യുവാവിന്റെ മൃതദേഹം പുഴയിൽ കണ്ടെത്തി. വേളൂക്കര മുത്തുകുന്നത്ത് രാജൻ ശാരദ ദമ്പതികളുടെ മകൻ ശരത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പുതുവത്സരത്തിൽ പെറ്റി കേസിൽ അർദ്ധ സെഞ്ചുറി അടിച്ച് കൊടുങ്ങല്ലൂർ പോലീസ്. മദ്യപിച്ച് വാഹനമോടിച്ച 34 പേരെയാണ് രാത്രി പട്രോളിംഗിനിടയിൽ പോലീസ് പിടികൂടിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂരിൽ പുതുവർഷ രാത്രിയിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ 14കാരൻ പിടിയിൽ. ഒപ്പമുണ്ടായിരുന്ന 16കാരനെയും പോലീസ് പിടികൂടി. തൃശൂർ പാലിയം റോഡ് സ്വദേശി ലിവിൻ ഡേവിസ് ആണ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രി 8:45 സംഭവം. തർക്കത്തിനിടെ 14കാരൻ ലിവിനെ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. ലിവിനെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി 14കാരൻ്റേത് തന്നെയാണെന്ന് പോലീസ് പറയുന്നു. ചാലക്കുടി പരിയാരം വേളൂക്കരയിൽ നിന്നും കാണാതായ യുവാവിന്റെ മൃതദേഹം പുഴയിൽ കണ്ടെത്തി. വേളൂക്കര മുത്തുകുന്നത്ത് രാജൻ ശാരദ ദമ്പതികളുടെ മകൻ ശരത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ബുധനാഴ്ച പുലർച്ചെ ചാലക്കുടി പരിയാരം വേളൂക്കര പമ്പ് ഹൗസ് കടവിൽ കുളിക്കാനിറങ്ങിയ ശരത്തിനെ കാണാനില്ലെന്ന് കാണിച്ച് വീട്ടുകാർ ചാലക്കുടി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വേളൂക്കര കടവിന് സമീപത്തു നിന്ന് ചെരുപ്പ് കണ്ടെത്തുകയായിരുന്നു. ഇതിനെ തുടർന്ന് ചാലക്കുടി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ സ്കൂബ ടീം പുഴയിൽ നടത്തിയ തിരച്ചിൽ നടത്തിയതിനെ തുടർന്ന് ശരത്തിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പുത്തൻ പ്രതീക്ഷകളുമായി പുതുവർഷം. വ്യത്യസ്ത ആഘോഷ പരിപാടികളോടെയാണ് നാടാകെയുള്ള ജനങ്ങൾ 2025 വരവേറ്റത്. പല സ്ഥലങ്ങളിലും സംഗീത പരിപാടികൾ നടത്തിയും പാപ്പാഞ്ഞിയെ കത്തിച്ചും പുതുവർഷം ആഘോഷമാക്കി. പുത്തൻ പ്രതീക്ഷകളോടെ പുതിയ നാളുകളെ വരവേൽക്കാനുള്ള ആഘോഷത്തിന്റെ സുദിനമാണ് പുതുവത്സര ദിനം. ജാതിമത വർഗഭേദമന്യേ ഏവരും ഒത്തൊരുമിക്കുന്നു എന്നതാണ് പുതുവർഷ രാവിന്റെ പ്രത്യേകതയെന്ന് പുതുവത്സര സന്ദേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുതന്നെയാണ് ആ ദിനം പകരുന്ന മഹത്തായ സന്ദേശം. പുതുവത്സര ദിനം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു തീയതിയല്ല, പുത്തൻ പ്രതീക്ഷകളോടെ പുതിയ നാളുകളെ വരവേൽക്കാനുള്ള ആഘോഷത്തിന്റെ സുദിനമാണ്. ഒരുമിച്ച് ഒറ്റക്കെട്ടായി നാളുകളെ പ്രകാശപൂർണമാക്കാനുള്ള ഊർജവും പ്രചോദനവും 2025 നമുക്ക് പകരട്ടെ. നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി കൈകോർത്ത് മുന്നോട്ടു പോകാം. പുതുവർഷ സന്തോഷത്താൽ പ്രശോഭിതമാകട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു. പുതുവത്സര ദിനത്തിൽ മലയാളികളുടെ പ്രിയ താരം കലാഭവൻ മണിയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോഴും കലാഭവൻ മണി സ്മാരക പാർക്കിന് ശാപമോക്ഷമായില്ല. കാട് കയറിയ പാർക്ക് നാശത്തിന്റെ വക്കീലായി. സാമൂഹ്യ വിരുദ്ധർ വികൃതമാക്കിയ പാർക്കിന്റെ കവാടം നവീകരിക്കാൻ പോലും നഗരസഭാ ഭരണസമിതി തയ്യാറായില്ല. മണിയുടെ ഓർമ്മയ്ക്കായി കഴിഞ്ഞ നഗരസഭ LDF ഭരണസമിതിയുടെ കാലത്താണ് പാർക്കിന് നിർമ്മാണം പൂർത്തീകരിച്ച് നാട്ടുകാർക്ക് തുറന്നുകൊടുത്തത്. ടൂറിസം വകുപ്പിന്റെ 2 കോടിയും നഗരസഭയുടെ 1 കോടിയും അടക്കം 4 കോടി രൂപ ചെലവിലാണ് പാർക്കിന്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചത്. ഓപ്പൺ സ്റ്റേജ്, ഇരിപ്പിടങ്ങൾ, കുട്ടികൾക്കായുള്ള കളിസ്ഥലം, നടപ്പാത, ചുറ്റുമതിൽ തുടങ്ങിയ സൗകര്യങ്ങളാണ് 1ാം ഘട്ടത്തിൽ പൂർത്തീകരിച്ചത്. ചാലക്കുടിക്കാർക്കും സമീപ പ്രദേശത്തുള്ളവർക്കും പാർക്ക് ഏറെ ഉപകാരമാവുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴത്തെ UDF ഭരണസമിതി പാർക്കിന്റെ 2ാം ഘട്ട നിർമ്മാണം നടത്താൻ തയ്യാറായില്ല. കാലാകാലങ്ങളിലുള്ള അറ്റകുറ്റപ്പണികൾ പോലും നടത്താതായതോടെ പാർക്ക് കാടുകയറുകയും ഇഴജന്തുക്കളുടെ താവളവുമായി മാറി. പാർക്കിന് അലങ്കാരമായി പ്രവേശന കവാടത്തിന് സമീപം വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം ആരംഭിച്ച ഗജരാജ ശില്പവും ഇനിയും പൂർത്തീകരിക്കാനായിട്ടില്ല. പ്രിയതാരത്തിന്റെ പേരിലുള്ള പാർക്കിനെ അവഗണിക്കുന്ന നഗരസഭാ ഭരണസമിതിയുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ധനുമാസത്തിലെ അത്തമാണ് കുന്നിശ്ശേരി രാമൻ അമ്മിണി ദമ്പതിമാരുടെ മകൻ മണിയുടെ ജന്മനക്ഷത്രം. എന്നാൽ ജനിച്ച ദിവസമായ ജനുവരി 1 പിറന്നാൾ ആഘോഷിക്കാൻ തെരഞ്ഞെടുത്തത്. ഈ ജനുവരി 1 പിന്നിടുമ്പോഴും കലാഭവൻ മണി പാർക്കിന്റെ ശനിദശയ്ക്ക് അറുതിയായില്ല. മീഡിയ ടൈം, ചാലക്കുടി. പുതുവത്സരത്തിൽ പെറ്റി കേസിൽ അർദ്ധ സെഞ്ചുറി അടിച്ച് കൊടുങ്ങല്ലൂർ പോലീസ്. മദ്യപിച്ച് വാഹനമോടിച്ച 34 പേരെയാണ് രാത്രി പട്രോളിംഗിനിടയിൽ പോലീസ് പിടികൂടിയത്. പൊതുസ്ഥലത്ത് മദ്യപിച്ച 4 പേരും കഞ്ചാവ് ബീഡി വലിച്ച 4 പേരും പോലീസിന്റെ പിടിയിലായി. കരുതൽ തടങ്കൽ ഉൾപ്പെടെ 50ഓളം പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, SI-മാരായ K സലീം, TM കാശിബൻ, സജിൽ, ജൂനിയർ SI വൈഷ്ണവ് രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. അരിമ്പൂർ കൊലപാതക കേസ് അന്തിക്കാട് സ്ക്വാഡിന് അംഗീകാരം. അരിമ്പൂരിൽ തമിഴ്നാട് സ്വദേശിയായ കെട്ടിട നിർമ്മാണ തൊഴിലാളി അമ്പാടത്ത് വീട്ടിൽ ആദിത്യനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ തമിഴ്നാട് തിരുച്ചിറപ്പള്ളി സ്വദേശി ദാമോദരൻ, കടലൂർ ബണ്ടുരുട്ടി സ്വദേശി ഷൺമുഖൻ എന്നിവരെ പഴുതുരച്ച അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ അന്തിക്കാട് ഇൻസ്പെക്ടർ PK ദാസ്, സീനിയർ CPOമാരായ മിഥുൻ കൃഷ്ണ, സുർജിത് സാഗർ എന്നിവരാണ് ബാഡ്ജ് ഓഫ് ഹോണർ ബഹുമതിക്ക് അർഹരായത്. മിഥുൻ കൃഷ്ണ കൊടുങ്ങല്ലൂർ DYSPയുടെ സ്ക്വാഡിൽ അംഗമാണ്.
ഇനി മറ്റു വാർത്തകളിലേക്ക്. മാളയിൽ അപകട സൂചന ബോർഡ് തകർത്ത് അപകടം. മാള പ്ലാവിൻമുറി റോഡിലാണ് അപകടം നടന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നടന്നിരിക്കുന്നതെന്നാണ് അറിയുന്നത്. ഇരുചക്രവാഹനം മുന്നറിയിപ്പ് ബോർഡ് തകർത്ത് കാനയിലേക്ക് വീണ് കിടക്കുന്ന നിലയിലാണ്. അപകട കാരണവും വാഹനം ആരുടേതാണെന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. ഓരോ അപകടങ്ങളും ഓരോ മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. അശ്രദ്ധയോടെയുള്ള ഡ്രൈവിംഗും ഡ്രൈവർമാരുടെ ലഹരി ഉപയോഗവും തന്നെയാണ് ഒരു പരിധിവരെ വാഹന അപകടങ്ങൾക്ക് കാരണമെന്ന് വേണം മനസ്സിലാക്കാൻ. ഓരോ ദിവസവും നിരവധി വാഹന അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മാള ഗ്രാമപഞ്ചായത്തിൻ്റെയും മുസ്ലിസിൻ്റെയും സഹകരണത്തോടെ ഇശൽ സൺഡേ മാളയുടെ പാട്ടുകാർ സംഘടിപ്പിച്ച മാള കടവോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സൗഹൃദവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം വേദികളെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. 2025 നാളെ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ സാഹോദര്യവും നമ്മുടെ നല്ല മനസ്സും നല്ല ചിന്തകളും നമ്മുടെ മതേതരത്വവുമെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള ഒന്നായിട്ട് നമ്മുടെ മനസ്സുകളൊക്കെ തന്നെ മാറട്ടെ എന്നാണ് ഈ വേദിയിൽ എനിക്ക് ആദ്യമായിട്ട് സന്ദേശമായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒന്ന്. അതിനുവേണ്ടി ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനൊരു തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ മാളാക്കടവിലെ എല്ലാ ചരിത്ര പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്കറിയാം മാള കടവിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പൈതൃകത്തിൻ്റെ ഒരു ചരിത്രം കൂടിയായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ചെയർമാൻ MP മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ഇൻഫോടെക് ജിയോ മച്ചാൻ, ഡോക്ടർ KK അബ്ദുൽ സലാം, ഡോക്ടർ രാജു വർഗീസ്, ഡോക്ടർ ഡേവിസ്, ഡോക്ടർ ഷൈജു അനണി, കുളൂർ വിൽസൺ, ഡോക്ടർ വിജയൻ, അനിയൻ ചിത്രശാല, MB ബാബു, ജിബി മാള, KV പാപ്പച്ചൻ, KM ബാവ, അനിയൻ ആനാമ്പലത്ത്, അനൂപ് ഷംസുദ്ദീൻ, K സുധീർ എന്നിവരെ ആദരിച്ചു. തുടർന്ന് സാദിഖ് ചൂലൂരിൻ്റെ പണ്ടൊരു പാടത്ത് എന്ന മ്യൂസിക് ആൽബം പ്രകാശനം നടന്നു. 6 ദിവസങ്ങളിലായി ഫുഡ് ഫെസ്റ്റ്, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയായിരുന്നു സംഘടിപ്പിച്ചത്. കൊമ്പത്തുകടവ് സേവ്യൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യേഴ്സ് ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യാറിൻ്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെയും പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും തിരുനാൾ ജനുവരി 3, 4, 5 തീയതികൾ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വരുന്ന ജനുവരി 3, 4, 5 തീയതികളിലാണ് നമ്മുടെ പള്ളിയുടെ തിരുനാൾ ആഘോഷിക്കുക. ഇതിനോടനുബന്ധിച്ചുള്ള നവനാള് ഡിസംബർ 26 തീയതി ഇതിനോടകം തന്നെ ആരംഭിച്ചു. ഈ വെള്ളിയാഴ്ചയാണ് തിരുനാളിൻ്റെ കൊടിയേറ്റം. വൈകുന്നേരം 5:30 കൊടിയേറ്റവും വിശുദ്ധ കുർബാനയും, തുടർന്ന് 7 മണിക്ക് ഇത്തവണ ഒരു നാടകം, അമ്പലപ്പുഴ സാരഥിയുടെ 2 ദിവസം എന്ന പേരിലുള്ള ഒരു നാടകവും ഈ പ്രാവശ്യം വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യൂണിറ്റുകളിലേക്ക് അമ്പ് എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നു. വൈകുന്നേരം 6 മണിക്ക് കൊമ്പത്തുകടവ് ജംഗ്ഷനിലുള്ള കപ്പേളയിൽ എല്ലാ യൂണിറ്റുകാരും ഒരുമിച്ച് ചേർന്ന് അവിടെ നിന്ന് പള്ളിയിലേക്ക് അമ്പ് പ്രദക്ഷിണം നടത്തി 8 മണിക്ക് പള്ളിയിൽ അമ്പ് സമാപനം നടത്തുന്ന രീതിയിലാണ് അമ്പ് പ്രദക്ഷിണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശനിയാഴ്ച ക്രമീകരിച്ചിരിക്കുക. അതിനുശേഷം വിവിധ യൂണിറ്റുകളുടെ ശിങ്കാരിമേള മത്സരവും ആ ദിവസം തന്നെ നടത്തപ്പെടുകയാണ്. ഫെബ്രുവരി 3 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 തിരുനാളിന് കൊടിയേറും. ഫാദർ ഫെബിൻ കൊടിയൻ കൊടിയേറ്റം നിർവഹിക്കും. ഞായറാഴ്ചയാണ് തിരുനാൾ കുർബാന, തിരുനാൾ പ്രദക്ഷിണം, തിരുശേഷിപ്പ്, ആശീർവാദ ചടങ്ങുകൾ നടക്കും. മാളയിൽ നിന്ന പത്രസമ്മേളനത്തിൽ ഫാദർ ഫെബിൻ കൊടിയൻ, ആൽബർട്ട് മേക്കാട്ടുപറമ്പിൽ, ജോണി പ്ലാക്കൽ, കൊച്ചപ്പൻ പഞ്ഞിക്കാരൻ, ആൻഡ്രൂസ് കിഴക്കൂട്ട് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. എംബറർ ഇമ്മാനുവൽ സഭ ഹീൽ 2024 പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുരിയാട് AUP സ്കൂൾ നിർമ്മിച്ച കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ശ്രീജിത്ത് പട്ടത് അധ്യക്ഷത വഹിച്ചു. സ്കൂളിനോട് ചേർന്ന് ഒരുക്കിയിരിക്കുന്ന പാർക്കിൽ വിവിധ റൈഡുകൾ, ഇരിപ്പിടങ്ങൾ തുടങ്ങിയവ കുട്ടികൾക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് MP സുബി, PTA പ്രസിഡന്റ് രജനി ഷിബു എന്നിവർ സംസാരിച്ചു. ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ 3 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന്
വാർത്താ സമ്മേളനത്തിൽ കോളേജ് അധികൃതർ അറിയിച്ചു. 1975 സ്ഥാപിച്ച പനമ്പിള്ളി കോളേജ് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ അക്കാദമിക് രംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ KS ഷാജു, ജനറൽ കൺവീനർ വൈസ് പ്രിൻസിപ്പൽ T. ആൽബർട്ട് ആന്റണി, ഡോക്ടർ SS ജയകുമാർ, ഡോക്ടർ MC ഗിരീഷ്, ഡോക്ടർ ബിജു ലോറ എന്നിവർ പങ്കെടുത്തു. പുതുവർഷ ദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ഗെയിമുകളോട് മൊബൈൽ ഫോൺ ആസക്തിക്കുമെതിരെയുള്ള ഉത്ബോധനമായി ദിലീപൻ പൊയ്യയുടെ പബ്ജി മോൻ എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം നടന്നു. മൊബൈൽ ഫോണിൽ പബ്ജി ഗെയിം കളിച്ചുകൊണ്ടിരിക്കെ കളി തടസ്സപ്പെട്ടതിന്റെ പേരിൽ സ്വയം ജീവനൊടുക്കിയ മകൻ ആകാശ് നാഥിന്റെ ഓർമ്മകളെ ഉണർത്തിക്കൊണ്ടെഴുതിയ ഈ കഥാസമാഹാരത്തിന്റെ പ്രകാശനം ഡോക്ടർ RLV രാമകൃഷ്ണൻ നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സൂപ്രണ്ട് ഷബാന P. ഷാഫി അധ്യക്ഷത വഹിച്ചു. ഇസാബിൻ അബ്ദുൽ കരീം പുസ്തകം ഏറ്റുവാങ്ങി. സുധീഷ് അമ്മ വീട് പുസ്തകം പരിചയപ്പെടുത്തി. സന്തോഷ് ബാബു, സുനിൽ P. മതിലകം, യോഗാചാര്യ സുധാകർജി, PTA വൈസ് പ്രസിഡന്റ് അജയൻ K. എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പരിയാരം വേളൂക്കരയിൽ നിന്നും കാണാതായ യുവാവിന്റെ മൃതദേഹം പുഴയിൽ കണ്ടെത്തി. വേളൂക്കര മുത്തുകുന്നത്ത് രാജൻ ശാരദ ദമ്പതികളുടെ മകൻ ശരത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പുതുവത്സരത്തിൽ പെറ്റി കേസിൽ അർദ്ധ സെഞ്ചുറി അടിച്ച് കൊടുങ്ങല്ലൂർ പോലീസ്. മദ്യപിച്ച് വാഹനമോടിച്ച 34 പേരെയാണ് രാത്രി പട്രോളിംഗിനിടയിൽ പോലീസ് പിടികൂടിയത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.